നമസ്കാരം. ഇടതുമുന്നണിയുടെ രാജ്യസഭാ സീറ്റിലേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഡോക്ടർ ടി.എം. തോമസ് ഐസക്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് തന്റെ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രി ഇതിനോട് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച രീതിയിലുള്ള പ്രചാരണം നയിച്ചുവെന്നും വിജയിക്കുമെന്നുമുള്ള പ്രതീക്ഷയിലിരുന്ന ടി.എം. തോമസ് ഐസക്കിന് ഏറ്റ പരാജയം പത്തനംതിട്ടയിലെ പാർട്ടിക്കേറ്റ വലിയ തിരിച്ചടിയായിരുന്നു. കെ രാധാകൃഷ്ണന് മാത്രമാണ് CPM-ൽ നിന്ന് ജയിക്കാനായത്. പതിഞ്ഞ സ്വഭാവക്കാരനായ രാധാകൃഷ്ണന് പാർലമെന്റിൽ ശോഭിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ CPM-ന് പോലും സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഐസക്കിനെ പോലൊരാൾ പാർലമെന്റിൽ ഉള്ളത് ഇടതുപക്ഷത്തിന് മുതൽക്കൂട്ടാകുമെന്ന കണക്കുകൂട്ടലുകളുമുണ്ട്. 2 സീറ്റുകളാണ് രാജ്യസഭയിൽ LDF-ന് ജയിക്കാൻ കഴിയുന്നത്. ഏതൊക്കെ കക്ഷികൾക്ക് രാജ്യസഭാ സീറ്റ് നൽകുമെന്ന് LDF-ൽ ഇതുവരെ ധാരണയായിട്ടില്ല. ജോസ് കെ മാണിയെ തഴഞ്ഞാൽ ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആൾ CPM-ന്റെ സ്ഥാനാർത്ഥിയാകും. അങ്ങനെ വന്നാൽ ഐസക്കിന്റെ സാധ്യത തെളിയും. എന്നാൽ മുന്നണിയിലെ ഘടക കക്ഷികളെ എങ്ങനെ സമാശ്വസിപ്പിക്കുമെന്ന ചിന്തയിലുള്ള മുഖ്യമന്ത്രി ജോസ് കെ മാണിക്ക് അനുകൂലമായ തീരുമാനങ്ങൾക്കായി വഴി തേടുകയാണ്. CPI-യുടെ സീറ്റ് ജോസ് കെ മാണി ഗ്രൂപ്പിന് നൽകുമോ എന്ന CPM-ന്റെ ആവശ്യം CPI അപ്പാടെ തള്ളിക്കളഞ്ഞിരുന്നു. ഇനിയൊരിക്കൽ കൂടി ഭരണത്തിലേറാൻ മാണി കോൺഗ്രസിന്റെ സന്തോഷം ആവശ്യമാണെന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ബിനോയ് വിശ്വം തള്ളിക്കളയുകയായിരുന്നു. ഒരു കാരണവശാലും സീറ്റ് വിട്ടുകൊടുക്കില്ലെന്നാണ് CPI-യുടെ കട്ടായം. LDF-ലെ രണ്ടാമത്തെ കക്ഷിയാണ് CPI എന്ന് പിണറായിയെ ഓർമ്മിപ്പിക്കാനും ബിനോയ് വിശ്വം മറന്നില്ല. LDF-ന് തുടർഭരണം പിടിക്കാൻ സാധിച്ചത് തങ്ങൾ കൂടെ വന്നതുകൊണ്ടാണെന്ന് ജോസ് കെ മാണിയുടെ അവകാശവാദം. ഇത് പിണറായിയും അംഗീകരിച്ചു എന്നാണ് രാജ്യസഭാ ചർച്ച വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും രാജ്യസഭാ സീറ്റ് ജോസിന് നൽകാനാണ് CPM നീക്കം. ജോസിന് കൊടുത്തില്ലെങ്കിൽ ജോസ് ഇറങ്ങിപ്പോകും. CPI-ക്ക് കൊടുത്തില്ലെങ്കിൽ പ്രത്യാഘാതം അതിലും രൂക്ഷമാകും. വല്ലാത്തൊരു പൊല്ലാപ്പിലാണ് പിണറായി. രാജ്യസഭാ സീറ്റ് തർക്കം LDF-ൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ശ്രേയാംസ് കുമാറും രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. PC ചാക്കോയ്ക്കും രാജ്യസഭാ സീറ്റ് വേണം. ഇതൊന്നും അംഗീകരിക്കേണ്ട എന്ന നിലപാടിലാണ് CPM. ബിനോയ് വിശ്വം, എളമരം കരീം, ജോസ് കെ മാണി എന്നിവരുടെ ഒഴിവുകളിലേക്കാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പ്. 2 സീറ്റ് LDF-നും 1 സീറ്റിൽ UDF-നും കക്ഷിനില അനുസരിച്ച് ജയിക്കാം. UDF-ന്റെ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കാമെന്ന് നേരത്തെ ധാരണയായിരുന്നു. LDF-ന് ജയിക്കാനാകുന്ന 2 സീറ്റിലാണ് പൊരിഞ്ഞടി. ജൂൺ 25-നാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പ്. അതേസമയം ദില്ലിയിൽ കേരളത്തിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ഹൗസിന് മുമ്പിൽ 3-ാം മോദി സർക്കാരിനും കേന്ദ്രമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപിക്കും അഭിവാദ്യം അർപ്പിച്ച് വമ്പൻ ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. ദില്ലിയിൽ CPM പൊളിറ്റ് ബ്യൂറോ യോഗത്തിനെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയിൽ ഈ ഫ്ലെക്സും അഭിവാദ്യവും പ്രത്യക്ഷപ്പെട്ടതോടെ കേരള ഹൗസ് ജീവനക്കാരെ നിർത്തിപ്പൊരിക്കുകയും ചെയ്തു. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇടത് സംഘടനയുടെ കോട്ടയിൽ BJP അനുകൂല ഫ്ലെക്സ് വന്നത് എങ്ങനെയെന്ന അമ്പരപ്പിലാണ് കേരള ഹൗസിലെ ജീവനക്കാർ. ദേശീയതയ്ക്കൊപ്പം കേരളവും 3-ാം മോദി സർക്കാരിന് അഭിനന്ദനങ്ങൾ എന്ന സന്ദേശം കുറിച്ച് സുരേഷ് ഗോപിയുടെയും നരേന്ദ്രമോദിയുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഫ്ലെക്സാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘ് സ്ഥാപിച്ചിരിക്കുന്നത്. നന്ദി.